ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ORS പറ്റിയാണ്. ORS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്. അപ്പോൾ ORS എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ബോഡിയിൽ വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറയുമ്പോഴാണ് നമ്മൾ ORS യൂസ് ചെയ്യുന്നത്. ബോഡിയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതായത് ജലാംശം കുറയുന്നതിനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു, അതോടൊപ്പം ഇലക്ട്രോലൈറ്റ് കണ്ടൻറ്റ് കുറഞ്ഞു. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത്. ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകുന്നത് ഏതൊക്കെ കേസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറിയ, അതായത് ലൂസ് മോഷൻ്റെ കേസിലുണ്ടാവാം. അതുപോലെ തന്നെ വോമിറ്റിംഗ്, കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ORS കൊടുക്കാറുണ്ട്. അതായത് വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് കണ്ടൻറ്റ് കുറയുന്ന ആൾക്കാർക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ORS കൊടുക്കുന്നത്. പിന്നെ ORS എന്ന് പറഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്നാണ്. ഡീഹൈഡ്രേഷൻ്റെ മീനിങ് എന്താ? നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടൻറ്റ് കുറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന റീഹൈഡ്രേഷൻ എന്നാണ്, അതായത് കുറഞ്ഞു പോയ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ പേരിൽ തന്നെ ORSൻ്റെ ഉപയോഗം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വാട്ടർ കണ്ടൻറ്റ് കുറയുമെന്ന്, അതോടൊപ്പം ഇലക്ട്രോലൈറ്റ് കണ്ടൻറ്റും കുറയും. അപ്പോൾ ഇലക്ട്രോലൈറ്റ് കുറയുന്നതിന് യൂസ് ചെയ്യും ORS. അതുകൊണ്ട് തന്നെ നമ്മൾ ORSനെ ഇലക്ട്രോലൈറ്റ് പൗഡർ എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് ORSൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. WHO പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയുടെ ORS ആയാലും ചില ഇൻഗ്രീഡിയൻസ് അതിൽ ഉറപ്പായിട്ടും ഉണ്ടാവണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ്, ഡെക്സ്ട്രോസ്. ഓക്കെ, അതായത് വേറെ ഏത് ആഡ് ചെയ്താലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണമെന്നാണ് WHO പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ORS ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരാൾക്ക് ലൂസ് മോഷൻ ആണ്, ഓക്കെ, അപ്പോൾ അയാൾക്ക് നമുക്ക് ORS കൊടുക്കണം. എങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 1 ലിറ്റർ വെള്ളം എടുക്കുക, അത് ചൂടാക്കണം, അതിനുശേഷം അത് തണുപ്പിക്കണം. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ORSൻ്റെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 20 ഗ്രാം ആണ്. ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ആ ഒരു 1 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമുക്ക് 1 ലിറ്റർ ORS സൊല്യൂഷൻ റെഡിയായി. ഇനി എങ്ങനെ കൊടുക്കാം, എത്ര കൊടുക്കാം എന്നത് ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് 2 വയസ്സിൽ താഴെയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് 50 മുതൽ 100 ml, ഓക്കെ, അത് ഓരോ ലൂസ് മോഷൻ കഴിഞ്ഞതിന് ശേഷം കൊടുക്കുക. ഇനി കുട്ടിയുടെ ഏജ് 2-നും 10-നും ഇടയിലാണെങ്കിൽ 100 മുതൽ 200 ml ഓരോ ലൂസ് മോഷൻ്റെ ശേഷവും കൊടുക്കുക. ഇനി കുട്ടിയുടെ ഏജ് 10 വയസ്സിൽ കൂടുതലാണെങ്കിൽ 200 മുതൽ 400 ml ഓരോ ലൂസ് മോഷൻ കഴിഞ്ഞ് കൊടുക്കുക. ഇനി അഡൽട്ട് ഡോസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, അതായത് 200 മുതൽ 400 ml. 10 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളുടെ ഡോസ് തന്നെയാണ് അഡൽട്ട് ഡോസും. അവർക്കും അതുപോലെ തന്നെ 200 മുതൽ 400 ml ഓരോ ലൂസ് മോഷന് ശേഷവും കൊടുക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 1 ലിറ്റർ ORS അല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് 24 മണിക്കൂർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഈ ഉണ്ടാക്കിയത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നാളത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പുതിയതായിട്ടൊന്ന് ഉണ്ടാക്കണം, ഓക്കെ. പിന്നെ ORSൻ്റെ ഉള്ളിൽ സോഡിയം ഉണ്ട്, ഓക്കെ. സോഡിയം എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ കൂട്ടും. അതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ BP ഒക്കെ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുവാണെങ്കിൽ, ചെയ്യാൻ പാടില്ല, ഇൻ കേസ് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. താങ്ക് യു.